പോലീസ് സംസ്ഥാനത്തെമ്പാടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വല വിരിച്ച് തിരച്ചിൽ നടത്തുന്നു. അതിനിടെ അയാൾ തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ട് മടങ്ങിയിട്ടും അന്വേഷണ സംഘം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനത് നാണക്കേടല്ലേ? അതോടെ യുവനേതാവിനെ കണ്ടെത്താൻ നാടുനീളെ അന്വേഷണം. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക പരിശോധന. എന്നാൽ പരാതിക്കാരി പീഡനത്തിനിരയായ സമയത്ത് ആ ഫ്ളാറ്റിലെത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നതാണ് വിവരം. ഡോക്ടറുടെ മാർഗനിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാകുന്ന മരുന്നുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് നൽകിയതെന്നാണ് യുവതിയുടെ മൊഴി. ബലാത്സംഗ കേസിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ തേടി അന്വേഷണ സംഘം പുലർച്ചെയാണ് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയത്. രാവിലെ ഫ്ളാറ്റിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ അന്വേഷണ സംഘം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം വീണ്ടും സ്വകാര്യ വാഹനത്തിൽ 5 അംഗ സംഘം ഫ്ളാറ്റിലെത്തുകയായിരുന്നു. പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിൽ എത്തിയതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചില്ല. യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് CCTVകൾ പരിശോധിച്ചത്. എന്നാൽ CCTVയുടെ DVRന് ബാക്കപ്പ് കുറവായതിനാൽ യുവതി എത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് വിവരം. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധന നടത്തുകയാണ് പോലീസ്. രാഹുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇവരെ ആരെയും തന്റെ ഫോൺ നമ്പറിൽ നിന്ന് രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല. രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ഡോക്ടറുടെ മാർഗനിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് നൽകിയതെന്നാണ് യുവതിയുടെ മൊഴി. 7 ആഴ്ച വരെ കഴിക്കാവുന്ന മൈഫിപ്രിസ്റ്റോൺ, മൈസോപ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി യുവതിക്ക് നൽകിയത്. ട്യൂബൽ പ്രഗ്നൻസിയാണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായും യുവതി പോലീസിന് മൊഴി നൽകി. മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവമാണ് യുവതിക്കുണ്ടായത്. ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി. ഇതിന്റെ മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. രാഹുലിന്റെ നിർബന്ധപ്രകാരം അശാസ്ത്രീയ ഭ്രൂണഹത്യ നടത്തുമ്പോൾ ഗർഭസ്ഥ ശിശുവിന് 3 മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതി മാനസികമായി തകരുകയും ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും യുവതിക്കുണ്ടായി. ഇതിന്റെ രേഖകൾ പോലീസ് ശേഖരിച്ചു. യുവതിയെ പരിശോധിച്ച ഡോക്ടറിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. News 18 പാലക്കാട്, തിരുവനന്തപുരം.